ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പെരുന്നാളൊക്കെ ആവാറായല്ലേ? അപ്പോൾ പെരുന്നാളിന് എല്ലാവരും ഗസ്റ്റിന് മധുരമായിട്ട് എന്താ സെർവ് ചെയ്യാൻ പോകുന്നത്? പുഡിംഗ് ആണോ പായസമാണോ? അപ്പോൾ പായസം ഉണ്ടാക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അടിപൊളിയായിട്ടുള്ള രണ്ട് വെറൈറ്റി മൊഞ്ചുള്ള പായസത്തിൻ്റെ റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പായസത്തിലേക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ അതാ 2 വലിയ സൈസ് ക്യാരറ്റ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരുപാട് ആദ്യം തന്നെ ചേർക്കണ്ട. ക്യാരറ്റിൽ ചെറുതായിട്ടൊന്ന് പിടിച്ച് കിട്ടാനുള്ള മധുരം മാത്രം മതി. പിന്നെ ഇതിലേക്ക് ഒരു 10, 12 അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് എടുക്കുമ്പോഴും ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ പായസം ഭയങ്കര തിക്കായി പോകും. അതുകൊണ്ട് തന്നെ ഒരു 10 ടു 12 അതിൻ്റെ ഉള്ളിലായിട്ട് മാത്രം മതി. പിന്നെ ഒരു 5 ഏലക്കായ ഒന്നങ്ങ് കുത്തി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പൗഡർ ആക്കിയിട്ടോ അങ്ങനെയൊന്നും ചേർക്കണ്ട. ജസ്റ്റ് ഒന്ന് തൊലിയോട് കൂടി കുത്തിയിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേവാൻ ആവശ്യമായിട്ടുള്ള പച്ചവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലാകുമ്പോഴത്തേക്കിനും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഞാനൊരു പാനിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് ചൗവരി, സാബൂനരി, സാഗോ റൈസ് എന്നെല്ലാം നമ്മൾ പറയുമല്ലോ. ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ പറയാം. അപ്പോൾ ഈ ഒരു അരിയാണ് വേണ്ടത് നമ്മൾ പായസത്തിലൊക്കെ ഇടുന്നത്. അത് 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വലിയ സൈസ് ബോളുള്ള സാഗോ റൈസാണ്. ചെറുതായാലും കുഴപ്പമില്ല, ഏതാണോ കയ്യിലുള്ളതും മതി കേട്ടോ. എന്നിട്ട് ഇത് എല്ലാവർക്കും വേവിക്കാൻ അറിയാമല്ലോ, നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കളറായി കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു അരിപ്പയിൽ കൂടി അരിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടോ ആ അരിച്ച റൈസില്ല അത് നന്നായിട്ട് 2-3 തവണയായിട്ടൊന്ന് കഴുകി എടുത്തണേ, ആ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനങ്ങനെ അരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റ് നോക്കിയാൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ക്യാരറ്റും അണ്ടിപ്പരിപ്പും ഏലക്കായും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതും കൂടി റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ ഇതാ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. സേമിയ വറുത്തതാണേലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തായാലും നമ്മൾ കുറച്ചൊന്ന് നെയ്യിൽ ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. ഞാനിപ്പം വറുക്കാതെ എടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കളർ മാറി കിട്ടുന്നവരെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. എങ്കിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ പായസത്തിന്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഈ ഒരു പായസത്തിന് നമ്മൾ കുറേ ഐറ്റംസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ശ്രദ്ധിക്കണം. എങ്കിലേ പാകത്തിനുള്ള ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ സേമിയ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ റൈസിൽ അത് മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റും ഏലക്കായും അണ്ടിപ്പരിപ്പൊക്കെയുള്ള മിക്സില്ലേ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള 1 ലിറ്റർ പാലാണ് ഈ ഒരു പായസത്തിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ എടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. കാരണം നമ്മൾ ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ചാണല്ലോ വേവിച്ചത്, അതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇനി ചേർക്കാം കേട്ടോ എക്സ്ട്രാ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാകുമ്പോഴാണ് പഞ്ചസാര മാത്രമായാലും എടുത്താൽ മതി. അങ്ങനെ ഇതാ എല്ലാം കൂടി ഈ ഒരു രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി നല്ലപോലെ വെട്ടിത്തിളച്ച് വരണം. നമ്മുടെ ആ ഒരു സാഗോയിലും സേമിയയിലും എല്ലാത്തിലും ആ ഒരു ഫ്ലേവറും മധുരവും ഒക്കെ പിടിച്ച് കിട്ടേണ്ട പരിപാടിയേ ഉള്ളൂ. അങ്ങനെ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു 1/4 കപ്പും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. എല്ലാം കൂടി ചേർക്കുക. ഇനിയിപ്പോൾ ഏലക്കായപ്പൊടി കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഓൾറെഡി എല്ലാം മിക്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇതുപോലെ ചൂടോടെ ഒഴിക്കുക, നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ. കുറച്ചൊന്ന് സെറ്റ് ആക്കിയാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമാണ് പായസം സെർവ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിപ്പോൾ നല്ല ലൂസായിട്ട് കിടക്കില്ല. സെർവ് ചെയ്യാകുമ്പോഴേക്കും നല്ല കറക്റ്റ് പാകത്തിന് കൺസിസ്റ്റൻസി ആയിട്ട് മാറിക്കിട്ടും. അങ്ങനെ നമ്മുടെ പെരുന്നാളിന് വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര മൊഞ്ച് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു പായസം കൂടിയാണ്. അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കളർ ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നത്. കറക്റ്റ് പാകത്തിനുള്ള ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടുത്ത വെറൈറ്റി പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
അടുത്തത് ടോഫി സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് 2 പാക്കറ്റ് പാലാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാല്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പച്ചവെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ പാല് മാത്രമായിട്ട് പായസത്തിന് എടുക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് പാലിൻ്റെ ടേസ്റ്റിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഓവർ ടേസ്റ്റ് ഉണ്ടാവില്ല പായസത്തിന്. കുറച്ച് വെള്ളം കൂടി ചേർത്തുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ബാലൻസ് ആയിട്ട് നിൽക്കുക. പിന്നെ നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കുറച്ച് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പാനിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് സേമിയയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത സേമിയ ആണെങ്കിലും വറുക്കാത്ത സേമിയ ആണെങ്കിലും നമ്മൾ നെയ്യിലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എങ്കിലേ ആ ഒരു പായസത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് വറുത്തെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ സേമിയ നോക്കി അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പാല് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, കണ്ടില്ലേ, പാലും ആ ഒരു വെള്ളമൊക്കെ മിക്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ സേമിയ മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് ചേർത്തിട്ടല്ലേ നമ്മൾ വറുത്തെടുത്തത്, അതുകൊണ്ട് തന്നെ ആ ഒരു നെയ്യോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വിചാരിച്ച് സേമിയ ഏകദേശം ഒരു 75% 3/4 വേവ് ആവുന്നവരെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. വറുത്ത സേമിയൊക്കെ അല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവാകും കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതാ നല്ലപോലെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരുപാട് ചേർക്കേണ്ട, കാരണം ഇനിയും നമ്മൾ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് പഞ്ചസാര ഇതിലേക്ക് ചേർക്കും. അതുകൊണ്ട് തന്നെ സേമിയത്തിൽ ചെറുതായിട്ട് പിടിച്ച് കിട്ടാനുള്ള ഒരു മധുരം മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ആ ഒരു പാൽ അവിടെ നിന്ന് തിളക്കട്ടെ കേട്ടോ. കാരണം അതായത് സേമിയയിൽ മധുരം ഒന്ന് പിടിച്ച് കിട്ടിക്കോട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയ പരിപാടി ചെയ്തെടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ എന്ന് പറയാൻ നിറയെ ആയിട്ട് എടുക്കണം കേട്ടോ. വലിയ സ്പൂണിലാക്കിയിട്ട് തന്നെ എടുക്കുക. നിറയെ പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ പാനിൻ്റെ എല്ലാ സൈഡിലായിട്ട് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കണേ. നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് ടോഫി സേമിയ പായസമല്ലേ ഉണ്ടാക്കുക, അതുകൊണ്ട് തന്നെ ടോഫി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ നമ്മൾ കുക്കറിലൊക്കെ മിൽക്ക് മെയ്ഡൊക്കെ ഇതാക്കി ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. 1 ഹവറൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാറില്ലേ. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ടോഫി ചെയ്യുന്നൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇതാ ഈ ഒരു രീതിയിൽ അനക്കാതെ ഇളക്കാതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കളർ മാറി കിട്ടും കേട്ടോ. നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ചേർത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കുക. ആ ഒരു കാരമലൈസ് ചെയ്ത പഞ്ചസാരയും മിൽക്ക് മെയ്ഡും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇതുപോലെ തിളച്ച് വരും. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിവ് ഫ്ലേവർ വരും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സായി തിളച്ച് വന്നതിന് ശേഷം ഞാനിതാ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുള്ള ഒരു പായസം ഇല്ലേ, അതിലേക്ക് നമ്മുടെ ടോഫി കാരമൽ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറായിരിക്കും കേട്ടോ. നമ്മുടെ പായസം തന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ആ ഒരു കളർ കൊണ്ട് കളറ് മാറി കിട്ടും. കുറച്ച് പാല് ആ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ മൊത്തത്തിൽ ഇതുപോലെ വടിച്ച് തുടച്ച് ആ ഒരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ ആ ഒരു സേമിയയിലും കൂടി ഈ ഒരു ടോഫിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിക്കോട്ടെ. ലാസ്റ്റ് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്ന് അറിയില്ല. നല്ല ഭംഗിയുള്ളൊരു നല്ല മുഞ്ചുള്ള കളറായിരിക്കും കേട്ടോ ഈ ഒരു സേമിയ പായസത്തിനും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോയിൽ അത്രത്തോളം ക്ലിയർ ആവില്ലല്ലോ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തെടുത്തിട്ട് അതും കൂടി നെയ്യോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ടോഫി സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് കളറൊക്കെ റെഡി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്യുക കേട്ടോ. ആ ഒരു സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് നല്ല അടിപൊളി കളറും ആയിട്ടുണ്ടാവും. നല്ല കറക്റ്റ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ ആയി വരും. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പായസം നോക്കിയാൽ നല്ല പാകത്തിനുള്ള തിക്നെസ്സും കളറൊക്കെ ആയിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കളർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള 2 വെറൈറ്റി ഫ്ലേവർ ഉള്ളൊരു പായസങ്ങളാണ് കേട്ടോ. നല്ല കളറും ആയിരിക്കും, നല്ല ഭംഗിയുള്ള. അപ്പോൾ എന്തായാലും ഈ പെരുന്നാളിന് നിങ്ങൾക്ക് വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാവുന്ന തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈൽ എങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്